ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് സ്കൂളിലെ ദിവസമാണ്, കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. വിൻ്ററൊക്കെ ചെറുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിറച്ചും പൂക്കളാണ്. ഇപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോൾ കാണാൻ. കാലത്തും ഈവനിങ്ങിലും ഒക്കെ നല്ലൊരു ക്ലൈമറ്റാണ്. അങ്ങനെ ഞാനിവിടെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടെയിലൊക്കെ മാറ്റുന്ന ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആകെ കൂടിയിട്ട് കച്ചറായിരുന്നു ഇവിടെ. ഇപ്പോൾ അതൊക്കെ ക്ലീനാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ റൂമിലെത്തി. അപ്പോൾ കുട്ടികൾ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർക്ക് കൊടുത്തു വിട്ടു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കുകയാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് ചട്നിയൊക്കെ കൂട്ടിയിട്ട് നല്ല തക്കാളി ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് തക്കാളി ചട്നി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റാണ് ഫേവറേറ്റ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു സമയം നല്ല ഇഷ്ടമാണ്. കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെഷീനിലിട്ട് പിന്നെ ഉള്ള സമയം ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ മോൾക്ക് ചെറിയൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ ഇന്നലെ ഞാൻ മോനിക്ക് ചെറിയൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളും പറഞ്ഞ് എനിക്കും ഇതുപോലെ നോട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ സമയമില്ലാത്ത കാരണം ഞാനങ്ങനെ പെയിൻറ്റിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ വരുമ്പോഴത്തേന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ബുക്കൊക്കെ ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ സമയമല്ല, ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി തീർക്കുകയാണ് കേട്ടോ. ഈ നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എൻ്റെ പഴയൊരു ഡയറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേജസ് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പേപ്പറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ വളച്ചിട്ട് ചെറിയ ഹോള് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കമ്പി വെച്ചിട്ട് അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചെറിയ നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. അതിലിതുപോലെ ചെറിയ സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ ഇവിടെ സ്റ്റിക്കറൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾ പഴയ ബുക്കിൽ നിന്ന് ഇതുപോലൊരു സ്മൈലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ വരച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നോട്ട്ബുക്ക്. അതിനുശേഷം ഞാൻ മോളെ വിളിക്കാൻ പോയി, ഫുഡൊക്കെ ഉണ്ടാക്കി. ഇന്നിപ്പോൾ ലഞ്ചിന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബീൻസ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ബീൻസ് ഉപ്പേരിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതും പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ കുറച്ച് അച്ചാർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ലഞ്ച്. കാരണം ഇന്നലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഒരു ദിവസം ഹെവി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഇതുപോലെ കുറച്ച് കറികളും ചോറും മാത്രമായിട്ട് ഉണ്ടാക്കും. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സമയം 5:15 ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വരെ ഞാൻ നടക്കും. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ചായ ഒന്നും കുടിച്ചിട്ടില്ല. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ തന്നെ നേരം വൈകി എണിക്കാൻ. മോന് വരാൻ 3 മണിയാവും. അപ്പോൾ പിന്നെ മോന് വന്ന് അവനക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഒന്ന് കിടന്ന് ഉറങ്ങിയത്. പിന്നെ എണീറ്റ് മഗ്‌രിബൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നേരത്തെ രാത്രിയാവും. ഇപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും രാത്രിയാവുന്നുണ്ട്. തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കുറച്ച് സമയം ഇതുപോലെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കുറച്ച് നേരം നടക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രണ്ട്സുകളെ കൂടെ ഒന്ന് സംസാരിച്ചിരിക്കുക. ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റി വെക്കുക. ഇവിടെ ഞാൻ ഇന്ന് തനിച്ചാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ചില സമയത്ത് ഫ്രണ്ട്സുകളുണ്ടാവും. അപ്പോൾ അവരിട്ട് സംസാരിച്ച് നടക്കും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നടക്കൽ. അങ്ങനെ നടന്നു വന്ന് ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം പാർക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുളിച്ചൊന്ന് ഫ്രഷായി പുറത്തു പോവുകയാണ്. പുറത്തു പോകാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങുന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറ്റോ എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റില്ല, ഇന്ന് ചെയ്യും നാളെ ചെയ്യില്ല, അങ്ങനത്തെ ഒക്കെ ചിന്തകൾ നമ്മളെ മനസ്സിൽ വരും. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ചെയ്യുക. നാളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യണ്ട, നെക്സ്റ്റ് ഡേ നിങ്ങൾ ചെയ്യുക. നമ്മളെല്ലാ മനുഷ്യന്മാരും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ കഴിവുകൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നിങ്ങളെപ്പോലെ എനിക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതിന് മുന്നേ
നമ്മളിലേക്ക് തന്നെ നോക്കുക. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എന്തൊക്കെ പോരായ്മകളുണ്ട്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എനിക്ക് ബെറ്റർ ആവാൻ സാധിക്കുക, ഇതൊക്കെ സ്വയം കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഈ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സംഭവം കൗതുകം കൊണ്ട് വാങ്ങിച്ചാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇവർ പ്രസൻറ്റേഷനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ 2 ഫ്ലേവറിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് പാഷൻ ഫ്രൂട്ടും ഒന്ന് പൈനാപ്പിളും കോക്കനട്ടും വരുന്നൊരു ഫ്ലേവർ. സത്യം പറയാലോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടത്. അപ്പോൾ ആദ്യം ഞാൻ തുറന്നത് ഈ ഒരു രീതിയിലായിപ്പോയി, മൊത്തത്തിൽ താഴെ വീണു. അപ്പോൾ രണ്ടാമത്തെ ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് തുറന്നത്. ഇത് പ്രത്യേക ഒരു മെഷീനിൽ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അതിൽ ഫ്ലേവേഴ്സ് മിക്സ് ചെയ്ത് തരുന്നതാണ്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും ഐസ് ക്യൂബ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഐസ് ക്യൂബുകളാണ്. ഇനി ഇതൊക്കെ കൊണ്ടുപോയി കളയണം. അങ്ങനെ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്